ഹലോ അസ്സലാമു അലൈക്കും. നമ്മളെ കോളേജിൽ എക്സാം കഴിഞ്ഞപ്പോൾ ചെറിയൊരു ട്രിപ്പ് പോകാൻ നമ്മൾ വിചാരിച്ചിട്ടോ. പോണത് നമ്മൾ ഗവിക്കാണ് കേട്ടോ. അങ്ങനെ ഇമ്മാക്കും അനിയത്തിക്കൊക്കെ ടാറ്റടിച്ചാണ് നേരെ അനിയൻ്റെ ഒപ്പം റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഞാൻ ട്രെയിൻ എത്തലും ഒരേ ടൈം, ഒന്നും പറയാനില്ല. ഈ ട്രിപ്പ് പോകാനുണ്ടായ കാരണം കോളേജിലെ ലാസ്റ്റ് പീരീഡ് ഫ്രീ ആയതുകൊണ്ട് ഞങ്ങൾ ഇട്ടൊരു ചെറിയൊരു പ്ലാനാണ്. അതുകൊണ്ട് ദാ പോണ് പറഞ്ഞിട്ട് ഇറങ്ങിയതുകൊണ്ട് തന്നെ ഞങ്ങൾ AC ബുക്കൊന്നും ചെയ്തില്ല. ഞങ്ങൾ നേരെ ജനറലിലാണ് പോയത്. പിന്നെ ഓക്കാനാശിൻ്റെ പോലെ ഞങ്ങൾ തൊട്ടിലൊന്നും കെട്ടിയില്ല. തൊട്ടിലൊക്കെ കെട്ടി വെറുതെ വീണ് ആകെ ഗുലുമാലാക്കാണ്ട് വെച്ചോണ്ട് ജനറലിൽ ഞങ്ങളൊരു സൈഡിലങ്ങായി ഇരുന്ന് ഞങ്ങളങ്ങനെ എറണാകുളം ആലുവ എത്തുന്നു. അവിടുന്ന് ഒരു ചായ കുടിക്കുന്നു, പിന്നെ ഒരു വടയെടുക്കുന്നു. ആലുവ ബസ് സ്റ്റാൻഡിൽ നിന്ന് കറക്റ്റ് 5:00 തന്നെ ബസ് എടുക്കുന്നതുകൊണ്ട് തന്നെ പള്ളിയിൽ പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങളൊരു പേപ്പർ ഒരു മുണ്ടൊക്കെ വിരിച്ച് KSRTC ബസ് സ്റ്റാൻഡിൽ തന്നെ ഞങ്ങൾ സുബൈ അങ്ങ് നിസ്കരിച്ചിട്ടാ. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആലുവയിൽ നിന്ന് ടു കുമളി. ആലുവയിൽ നിന്ന് 4 മണിക്കൂർ യാത്ര ഉള്ളതുകൊണ്ട് തന്നെ ഒരു KSRTC ബസ്സിലെ ഫുൾ സീറ്റ് പിടിച്ച് ഞാനൊരു ഉറക്കം കെട്ട്. അങ്ങനെ കുമളി എത്താനായപ്പോൾ പ്രകൃതി മാറാൻ തുടങ്ങി. പിന്നെ ആനവണ്ടി പോകുമ്പം അതിന്റെ രസം വേറെ തന്നെയാണ്. അത് കാറിൽ പോയാൽ കിട്ടുകയില്ല. അങ്ങനെ ഞങ്ങൾ കുമളിയിൽ നിന്നും ഗവിയിലേക്ക് പത്തനംതിട്ട ബസ് കയറി നല്ല നല്ല കാഴ്ചകൾ കണ്ടു. ആനകളെ കണ്ടോ എന്ന് ചോദിച്ചാൽ മിന്നാമിന്നിങ് പോലെ ദൂരെ നിന്ന് ഞങ്ങൾ കണ്ടു. പിന്നെ മെയിൻ ഹൈലൈറ്റ് ഇതാ ഈ ഒരു ഡാമാണ് കേട്ടോ. അതൊരു 1.5 ഹൈലൈറ്റ് ആയിരുന്നു. അങ്ങനെ ശനിയാഴ്ച രാവിലെ കറക്റ്റ് 10 മണിക്ക് ഞങ്ങൾ ക്ലാസ്സിലെത്തി. അപ്പോൾ ഓക്കെ, ബൈ.